അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ദുസ്വപ്നം എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും നിരന്തരമായിട്ട് ദുസ്വപ്നം കാണുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ വല്ലതും പേടിച്ച് അതുപോലെ തന്നെ നിരന്തരം ഓർത്ത് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു വസ്തു സ്വപ്നത്തിൽ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. നേരെ മറിച്ച് ദുസ്വപ്നങ്ങൾ, ഞെട്ടിയുണരുന്ന സ്വപ്നങ്ങൾ പൈശാചിൻ്റെ ഭാഗത്തുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് തുപ്പുക. പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ ഉടൻ തന്നെ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യമായി തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പുക, അല്ലെങ്കിൽ ഉമ്മിനോരോട് കൂടി തുപ്പുക എന്നില്ല. അതായത് വെറും കാറ്റ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ, പ്രതീതി എന്ന രീതിയിൽ പിശാചിൻ്റെ മുഖത്തേക്ക് എന്ന രൂപത്തിൽ തുപ്പുക എന്നുള്ളതാണ്. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുകൂടി പറയാം. ഇങ്ങനെ 3 പ്രാവശ്യം പറയാം. പിന്നെ വശം മാറി കിടക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് ഭാഗത്തേക്ക് കിടന്നിട്ടാകുമ്പോഴാണ് സ്വപ്നം കണ്ടത് എന്നാണെങ്കിൽ ആ വശം മാറി മറുവശത്തേക്ക് കിടക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, ഈ സ്വപ്നം കണ്ടു എന്നുള്ളത് ഒരാളോട് ഷെയർ ചെയ്യാതിരിക്കുക. പലപ്പോഴും ചെയ്യുന്നതാണ്. പേടിച്ചിട്ട് മറ്റുള്ളവരോട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി സ്വപ്നം ഷെയർ ചെയ്യുക എന്നുള്ളത്. ആരോടും പറയാൻ പാടില്ല എന്നുള്ളതും, അത് പറയാതിരുന്നാൽ അതിൻ്റെ ദോഷങ്ങൾ മറ്റുള്ളവരിലേക്ക് ദോഷങ്ങൾ അവരിലേക്ക് തന്നെ മടങ്ങില്ല എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും അസ്വസ്ഥത ആണ്, കൂടുതൽ സ്വപ്നത്തിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ 2 റക്അത്ത് ഉളുവൊക്കെ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. സ്വപ്നം കണ്ടാൽ ഷെയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ പറയാതിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.